ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷി കൺമണിയെ കൊണ്ടുപോകും, അതോ വരുണ് കൺമണിയെ കൊണ്ടുപോകുന്ന സംശയത്തിൽ തന്നെ കേട്ടോ നമ്മുടെ അമ്മായിമാർ നിൽക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് നാണയിട്ട് നോക്കിയാലോ, അപ്പോഴത്തേനെ അറിയാലോ ആർക്കായിരിക്കും കിട്ടുന്നത് നമ്മുടെ കൺമണിയെ എന്നുള്ളത്. അങ്ങനെ അവരത് ചെയ്ത് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നല്ലൊരു മറുപടി തന്നെയായിട്ട് അവർക്ക് കിട്ടുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ആൻറ്റിയമ്മയെ മാനസയാണ്. അങ്ങനെ വരുണും അതുപോലെ തന്നെ അച്ഛനും കൂടി വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തിനാണ് കൃഷി ഞങ്ങളുടെ കൺമണിയുടെ പുറകെ കൂടിയിരിക്കുന്നത്, ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടായിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് സോപ്പിട്ട് നിർത്തുകയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും മാനസയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മാനസയാണെങ്കിലോ കൺമണിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി നിൻ്റെ അവസാനമാണടി, ഈ രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും കൃഷിനെ കണി കാണാൻ പോലും കിട്ടില്ല. നീ വരുണിൻ്റെ ഭാര്യയാകും, അതിന് യാതൊരു സംശയമല്ല. അവസാന ഘട്ടത്തിൽ കൃഷി നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് നീ വിചാരിച്ചോ? ഒരിക്കലും നടക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അതിന് സമ്മതിക്കില്ല എന്ന രീതിയിലൊക്കെ മാനസ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മഹിയാണെങ്കിലോ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണ് നിൻ്റെ പ്ലാൻ? നീ എന്തോ പ്ലാൻ ചെയ്ത് വന്നതുപോലെയാണ് നിൽക്കുന്നത്. കാരണം നാളെ കൺമണിയുടെ വിവാഹമാണടാ. കാരണം ഇനി ഇതിൽ തടയാൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ കൃഷി? കാരണം അവളെ വിട്ടു തരാൻ ആ വരുണ് തയ്യാറല്ല. മാത്രമല്ല എല്ലാം കൊണ്ട് മുറുക്കിയിരിക്കണം ആ പാവത്തിന്. ഇനി എങ്ങനെ അവളെ നീ രക്ഷിച്ചു കൊണ്ടുവരും എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഒരു നല്ലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൃഷി കൺമണിയെ വിട്ടുകൊടുക്കില്ല വരുൺ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ധനലക്ഷ്മിയും അതുപോലെ തന്നെ മനോജിയാണ് കേട്ടോ. മനോജിന് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം കൃഷി വന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ, അതെല്ലാം ധനലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തന്നെ ധനലക്ഷ്മി പറയുന്നത്, നിങ്ങളൊരു കാര്യം കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തായാലും വരുൺ എന്തായാലും കൺമണിയെ കല്യാണം കഴിക്കും, നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലാതെ ആ കൃഷിന് ഒരിക്കലും തന്നെ കൺമണിയെ കൊണ്ടുപോകാൻ സാധിക്കില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടും നമുക്ക് ലാഭമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൃഷി ആ കടങ്ങളൊക്കെ വീട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നൊന്നുമില്ലല്ലോ. അല്ലാതെ കൺമണിയെ അവന് കിട്ടാനും പോകുന്നില്ല. പിന്നെ വരുണാണെങ്കിൽ തന്നെ അവളെ കെട്ടുവാണെങ്കിലും നമുക്ക് ലാഭം തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരാണോ കൺമണിയെ കെട്ടുന്നത് അവനാണ് നായകൻ എന്ന രീതിയിലൊക്കെ ധനലക്ഷ്മി മനോജിനോടായിട്ട് പറയുന്നു കേട്ടോ. പക്ഷേ നല്ലൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത്. നാളത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ മറിമായം നടക്കുന്നുള്ളത് എല്ലാവരും സംശയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കൺമണിയാണെങ്കിലോ ആകെ വിഷമത്തിലുമാണ് കേട്ടോ. എന്താ സംഭവിക്കുക, തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നത് പോലെയാണ്. എന്തായാലും കൃഷി എന്തായാലും കൺമണിയെ രക്ഷിക്കാൻ വരുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ വരുണിൻ്റെ കൈകൾ കൊടുക്കില്ല എന്തായാലും കൺമണിയെ. കൃഷി തന്നെ രക്ഷിച്ച് സ്വന്തം ഭാര്യയാക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അവസാന ഘട്ടത്തിൽ നമ്മുടെ കൃഷി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ്ങിലൂടെ തന്നെ കൺമണിയെ കൃഷി സ്വന്തമാക്കുകയും ചെയ്യും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് അന്നത്തെ ഒരു പ്രമോ വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും